എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയൊരു സിനിമേനെ പറ്റി സംസാരിക്കാം. പൈങ്കിളി കണ്ടു. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബോറായിരുന്നു എന്ന് എനിക്ക് തോന്നി. കണ്ടിരിക്കാം, പക്ഷേ ഒരു എന്താ പറയുക, കോമഡി ഒന്നും ഒരു വലിയ സംഭവമില്ല. ആ കൂടി 2-3 സീനിൽ നല്ല കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ പറഞ്ഞ പോലെ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പടം. അത് അങ്ങനെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു കോമഡി ആയിരുന്നില്ല. ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടി ഈ സംഭവം കണ്ടിരിക്കാം. പിന്നെ കുറേ എക്സാജറേറ്റഡ് ആയുള്ള കുറേ വലിച്ച് കിട്ടിയ കുറേ സീനുകൾ, എന്തോ ഒരു നോട്ട് യു വാണ്ട് ഫീൽ ഗുഡ് മൂവി. അങ്ങനെ എനിക്ക് നോട്ട് യു വാണ്ട് ഫീൽ ഗുഡ് മൂവി, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും പറയാം. പിന്നെ ആ സിനിമ കണ്ടു എന്ന് അറിയിക്കാൻ വേണ്ടി ഇതൊരു റിവ്യൂ അല്ല. ബേസിക്കലി അപ്പോൾ നമ്മൾ വീട് മാറലും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ വീടൊക്കെ മാറി പുതിയ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ജസ്റ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ. ഹോം ടൂറൊക്കെ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇനി നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്തുള്ള അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ പോയി. അറബിക് യമനി റെസ്റ്റോറൻ്റാണ്, റൈദാൻ മന്തി. അത്യാവശ്യം ഫേമസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. 4.8 റേറ്റിംഗ് ഒക്കെ ഉണ്ട് ഗൂഗിളിലൊക്കെ. തലപാത്രം നൂണിൽ എത്ര ഉണ്ടോ ഞാൻ നോക്കിയില്ല. ഞാൻ ഗൂഗിൾ ഇതെന്താ സാധനം, നമ്മൾ ചോറിലൊഴിക്കുന്നല്ലേ? ടൊമാറ്റോടെ സാലഡ്, സൂപ്പ് അങ്ങനെ ഉണ്ട്, നോക്കാം. നോട്ട് ബാഡ്. നമ്മളെ മന്തി എത്തി. ഇത് രണ്ടിന്റെ റൈസ് ഒന്നാണല്ലേ? ഡിഫറൻസ് ഇത്രേ ഉള്ളൂ. ഇത് മദ്ബി, ഇത് മണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴുങ്ങിയെടുക്കും, മദ്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രില്ല് ചെയ്തെടുക്കും. ഞാനിപ്പോഴാണ് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കിയത്. ശരിക്ക് ഇതിനേക്കാളും ഇഷ്ടം കബ്സല്ലേ റൈസ് കുറച്ചുകൂടി ബെറ്റർ. എന്തായാലും കഴിച്ചു നോക്കാം. വെരി കളർഫുൾ. എടുത്തോ, കൈ കൊണ്ടെടുത്തോ. നോക്കിയത് ഇറ്റ് വാസ് നോട്ട് ബാഡ്. വലിയ കുഴപ്പമില്ല. ടേസ്റ്റ് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഇവിടുത്തെ അറബിക് യമനി മന്തി കഴിക്കുന്ന ഒരു ടേസ്റ്റ്. അതിൽ പ്രത്യേകിച്ചൊരു ഫ്ലേവേഴ്സൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇവിടെ യമനി ഫുഡിന് അങ്ങനെ പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും ഞാൻ കണ്ടിട്ടില്ല. മന്തിക്ക് പ്രത്യേകിച്ച് നമ്മൾ നാട്ടിലുണ്ടാക്കുമ്പോൾ മന്തിയിൽ കുറച്ചുകൂടി ഒരു ഫ്ലേവർ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഇവിടുത്തെ യമനി മന്തി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, ആ ഒരു ടേസ്റ്റേ ഉണ്ടാവുള്ളൂ. അത് ഇവിടുത്തെ കഴിച്ചവർക്ക് അറിയാം. അത് ഒന്ന് കഴിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു മന്തി മേടിച്ചു, ഒരു മദ്ബി മേടിച്ചു. മദ്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി സെയിം റൈസ് തന്നെ, മന്തിയുടെ റൈസ് തന്നെ. അതിൽ ഗ്രില്ലായിട്ടുള്ള മീറ്റ് ആയിരിക്കും. മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പുഴുങ്ങിയെടുത്ത മീറ്റ് ആയിരിക്കും. ഇപ്പോൾ ചിക്കൻ ആണെങ്കിൽ അത് പുഴുങ്ങിയെടുത്തിട്ടുണ്ടാവും, മട്ടൺ ആണെങ്കിൽ അതും പുഴുങ്ങിയെടുത്തിട്ടുണ്ടാവും. കുഴപ്പമില്ലായിരുന്നു. മട്ടൺ നല്ല സോഫ്റ്റ് ആയിരുന്നു. നല്ല എന്താ പറയുക, നമുക്കിങ്ങനെ ഭയങ്കര ജ്യൂസി പീസായിട്ട് കിട്ടിയത്. നല്ല കാലിൻ്റെ, പിന്നെ ഒരു റിബ്സിൻ്റെ പീസും ഒരു കാലിൻ്റെ പീസും നല്ല ജ്യൂസി ആയിരുന്നു. നല്ല അത്യാവശ്യം ഒരു ചെറിയൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു. പക്ഷേ മസാല എന്ന് പറഞ്ഞ സംഭവം ഒരു ഉപയോഗിക്കുന്നില്ല. അതിന് തീരെ മസാല ഇല്ല. ജസ്റ്റ് ഉപ്പും കുരുമുളകും അങ്ങനെയുള്ള സംഭവം. പിന്നെ അവരെ സൂപ്പ് കൊള്ളാം. സൂപ്പ് ആദ്യം തന്നെ അവർ കൊടുക്കുന്ന സൂപ്പാണ്. അപ്പോൾ സൂപ്പ് രസം ഉണ്ടായിരുന്നു. പിന്നെ സാലഡ് പിന്നെ അവർ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച് പാക്കറ്റാക്കി വെച്ച സാധനം അവർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞ ചിക്കൻ കുറച്ച് ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നി. സാധാരണ നമ്മൾ ഗ്രില്ല് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ജ്യൂസി ആയിരിക്കണം. അപ്പോൾ പക്ഷേ കുറച്ച് ഡ്രൈ ആണ്. നോർമലി അറബിക് ഗ്രിൽസ് കുറച്ച് ഡ്രൈനെസ് ഉണ്ടാവും ഗ്രില്ലിൽ. നമ്മളെ മലയാളി റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലെ അത്ര ജ്യൂസി ആയിട്ടുണ്ടാവില്ല ചിക്കനൊന്നും. അപ്പോൾ ചിക്കൻ കുറച്ച് ഡ്രൈ ആയിരുന്നു. കുഴപ്പമില്ല ഫുഡ്. മന്തി, യമനി മന്തി ഇഷ്ടപ്പെടുന്നവർക്ക്
നല്ലൊരു ഓപ്ഷനാണ് റെയ്താൻ മന്തി. അത്യാവശ്യം റേറ്റും കുഴപ്പമില്ല. നമ്മൾ 3 പേര് കഴിച്ചപ്പോഴേക്കും ഒരു 9900 ദിറംസിൻ്റെ അടുത്ത് എത്തി. അത്രയേ ഉള്ളൂ. അത് ശരിക്കും എനിക്കൊന്ന് ലാഭമാണെന്ന് തോന്നുന്നു. അത് നമ്മൾ 3 പേര് അത്യാവശ്യം നല്ല ഒരു പോർഷൻ ഉണ്ടായിരുന്നു. നമ്മൾ പകുതി മന്തി പകുതി മദ്ബിയാണ് പറഞ്ഞത്. സോ അതാണ് ഇന്നത്തെ ഷോർട്ട് വീഡിയോ. ഞാൻ പറഞ്ഞില്ല, പൈങ്കിളി കണ്ടു. പൈങ്കിളി ഞാൻ വിചാരിച്ചതിന് ട്രെയിലർ കണ്ടപ്പോൾ അത്യാവശ്യം നല്ല സിനിമയായിരിക്കുന്നു. പക്ഷേ ചില സീൻസൊക്കെ വളരെ നീട്ടി വലിച്ചങ്ങോട്ട് ബോറടിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ തന്നെ കൊണ്ടുപോയിരിക്കുന്നൊരു സിനിമ. പിന്നെ കോമഡീസൊന്നും അതിൽ വർക്കൗട്ടില്ല. 1-2 സീനിൽ നല്ലൊരു കോമഡി അതിൽ. ഒരു മറ്റേ നമ്മുടെ അബു സലീമിൻ്റെ ഒരു സീനുണ്ട്. അതിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബു സലീം ഞാനെന്താ പിന്നെ ഫർണിച്ചറാണോ ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് ചായ കൊണ്ട് കൊടുക്കും, പക്ഷേ അബു സലീമിന് മാത്രം ചായ കൊടുക്കില്ല. അപ്പോൾ അബു സലീം ചോദിക്കട്ടെ ഞാൻ പിന്നെ എന്താ ഫർണിച്ചറാണ് അവിടെ നിന്ന്. അത് എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ 2-3 നല്ല ഒരു എന്താ പറയുക ക്ലിക്കാവുന്ന പെട്ടെന്ന് മനസ്സിൽ പിടിക്കുന്ന ടൈപ്പ് ഡയലോഗ്സ് ഒക്കെ ഉള്ള കോമഡി ഉണ്ട്. അതല്ലാതെ വേറെ ആ സിനിമയിലൊന്നുമില്ല. വളരെ ബോറടിക്കുന്ന, സ്റ്റാർട്ടിങ് തൊട്ടേ ബോറടിയാണ്. പ്രത്യേകിച്ച് അനശ്വര തന്നെയല്ലേ ആ കുട്ടിയുടെ പേര്, ഹീറോയിൻ്റെ പേര്. അത് കാണുമ്പോൾ അതിലെ കുറേ സീൻസൊക്കെ വെറുതെ ഓടിപ്പോകുന്ന ഒരു എന്തോ റീസണൊക്കെ ഇല്ലാതെ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന പോലെയാണ് അതിൽ. പിന്നെ ഒരു സീൻ മറ്റേ ഈ നമ്മളെ അംബാനുണ്ടല്ലേ, അംബാൻ, അവൻ്റെ പേര് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ, മറന്നു പോവുക. നമുക്ക് എന്തായാലും അംബാൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അംബാനെ മറ്റേ തെങ്ങിൻ്റെ മുകളിൽ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നൊരു സീനുണ്ട്. അതൊക്കെ രസമായിട്ടുണ്ട്. അതുപോലെ ഒരു 2-3 നല്ല സീൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി സിനിമയിൽ മൊത്തം ബോറടിപ്പിക്കുന്ന കുറേ സീനുകളാണ്. ബോറടിപ്പിക്കലും വെറുപ്പിക്കലും. എനിക്കെന്തോ അത് ഫുൾ അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇരുന്ന് നമ്മൾ നല്ലൊരു മൂഡിലിരുന്ന് കാണില്ല. അതുപോലെ തന്നെ എപ്പോഴും ഒരു അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവരത് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച ഒരു സിനിമ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫീൽ ഗുഡ് മൂവി, ഇങ്ങനെ അവസാനം വരെ നമുക്ക് ഒന്ന് ചില്ല് ചെയ്തിരിക്കുക എന്നുള്ള രീതിയിൽ. പക്ഷേ ഇവിടെ കുറച്ച് ഇമോഷണൽ സീൻസൊക്കെ വെറുതെ കാണിക്കുന്നുണ്ട്. അതൊക്കെ വളരെ മോശമായി. പിന്നെ അതിലും തമാശ, അതിൻ്റെ ഉള്ളിൽ തയ്യാറ് തമാശ എന്നൊക്കെ പറഞ്ഞ പോലെ, കോമഡിയുടെ ബഹളം എന്നൊക്കെ പറഞ്ഞ പോലെ കോമഡിക്ക് എന്തോ ആക്കാൻ പോലെ ശ്രമിച്ചിട്ട് പക്ഷെ അത് വിജയിച്ചില്ല. എനിവേ കുഴപ്പമില്ല സാധനം. ഒരു പ്രാവശ്യം ഇങ്ങനെ കഷ്ടിച്ച് കണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കണ്ടിട്ടെങ്കിൽ അഭിപ്രായം പറയും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലാണ് കേട്ടോ. ബൈ.